നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഉത്തരാഷാഢ നക്ഷത്രം അഥവാ ഉത്തരാടം എന്ന് പറയുന്ന നക്ഷത്രത്തെക്കുറിച്ചാണ്. നക്ഷത്ര സമൂഹത്തില് രാശിചക്രത്തിലെ 27 പ്രധാന നക്ഷത്രങ്ങളിൽ 21ാമത്തെ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് ഉത്തര ആഷാഢ നക്ഷത്രം എന്ന് പറയുന്നത്. ഉത്തരാടം അഥവാ ഉത്തരാഷാഢം എന്ന് പറയുന്ന നക്ഷത്രത്തിൻ്റെ ഒരർത്ഥം, ഒരു നോർമൽ അർത്ഥം എന്ന് പറയുന്നത് അന്തിമ വിജയം എന്നാണ്. അതായത് ഈ നക്ഷത്രക്കാർ ഒരു കാര്യം ഏറ്റെടുത്താൽ ആ കാര്യം പൂർണ്ണതയിലെത്തിക്കാൻ ഉള്ള ഇവരുടെ കഴിവിനെ ആണ് സൂചിപ്പിക്കുന്നത്. ഉത്തരാടം വളരെ വിശേഷപ്പെട്ട ഒരു നക്ഷത്രമാണ്. പ്രത്യേകിച്ച് മുഹൂർത്ത വിഷയങ്ങളിലേക്ക് പോകുന്ന സമയത്ത് വളരെ വിശേഷപ്പെട്ട മുഹൂർത്തങ്ങൾ എടുക്കാൻ ഉത്തരാടം വളരെ ഐശ്വര്യമുള്ള ഒരു നക്ഷത്രമാണ്. അതുപോലെ തന്നെ അധിപൻ സൂര്യനാണ്, സൂര്യൻ്റെ നക്ഷത്രമാണ്. അതുപോലെ തന്നെ വിശ്വദേവതകൾ ആണ്. പ്രപഞ്ചത്തിലുള്ള സർവ്വചൈതന്യങ്ങളും ഇവരുടെ ദേവതകളാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിശ്വത്തിൻ്റെ ദേവത, വിശ്വദേവത എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാവാണ് ഈ നക്ഷത്രത്തിൻ്റെ വൃക്ഷം എന്ന് പറയുന്നത്. ഉത്തരാടം നക്ഷത്രത്തിൻ്റെ നക്ഷത്ര പൂജയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നക്ഷത്ര ശാന്തി കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന നിവേദ്യം അല്ലെങ്കിൽ ഭോജ്യവസ്തു എന്ന് പറയുന്നത് മാതളം എന്ന് പറയുന്ന ഫ്രൂട്ടാണ്, പഴമാണ്, മാതള നാരങ്ങയാണ്. വിശ്വദേവതകളാണ് ഇതിൻ്റെ ദേവത. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മൃഗം എന്ന് പറയുന്നത് കാളയാണ്. അതുപോലെ പക്ഷി കോഴിയും. ഗണം എന്ന് പറയുന്നത് മാനുഷിക ഗണവുമാണ്. അതുപോലെ തന്നെ പുരുഷയോനി നക്ഷത്രമാണ്, മസ്കുലൈൻ ക്വാളിറ്റി, പൗരുഷ സ്വഭാവങ്ങൾ കുറച്ച് കൂടിയ നക്ഷത്രമാണ്. ആണായാലും പെണ്ണായാലും കുറച്ച് പൗരുഷ സ്വഭാവം കൂടും. അതുപോലെ തന്നെ സൂര്യൻ്റെ നക്ഷത്രവും കൂടിയാണ് ഉത്തരാടം എന്നുള്ളത് കൊണ്ട് തന്നെ നേതൃത്വ സ്വഭാവവും അതുപോലെ തന്നെ കുറച്ച് വാശിയൊക്കെ കൂടും. അതൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഉത്തരാടം നക്ഷത്രത്തിൻ്റെ ദിക്ചാരം എന്ന് പറയുന്നത് ദക്ഷിണാചാരിയായിട്ടുള്ള നക്ഷത്രമാണ്. അതുപോലെ തന്നെ ഗജദന്താകാരം, ആനക്കൊമ്പ് പോലെയാണ് ഇതിൻ്റെ രീതി. ഊർധ്വമുഖ നക്ഷത്രമാണ്. ഒരു വിഷയം ചിന്തിക്കുമ്പോൾ ഉത്തരാടം നക്ഷത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അത് രക്ഷപ്പെടും എന്ന് വേണേൽ പറയാം. നമുക്കത് ഗുണമായി വരും എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മളൊരു ചോദ്യം ഒരാളെ ചോദിച്ചാൽ പ്രശ്നത്തിൽ അവർ ചിന്തിക്കുന്ന ഭാവാധിപൻ നിൽക്കുന്നത് ഉത്തരാടം നക്ഷത്രത്തിലാണെങ്കിൽ അത് വളരെ വിശേഷവും ആയിരിക്കും. അതുപോലെ തന്നെ ധ്രുവസ്ഥിരമായി നോക്കുമ്പോൾ ധ്രുവസ്ഥിരം തന്നെയാണ്, ധ്രുവസ്ഥിരമാണ് എന്നുള്ളതും കൂടെ നോക്കാം. അതുപോലെ തന്നെ ഉത്തരാടം നക്ഷത്രം ഒരു ശുഭനക്ഷത്രമാണ്. പഞ്ചഭൂതങ്ങളിലെ വായു നക്ഷത്രമാണ്. നക്ഷത്ര സംഖ്യ എന്ന് പറയുന്നത് 2. ഈ നക്ഷത്രത്തിൻ്റെ വിഷകടി എന്ന് പറയുന്നത് നക്ഷത്രം ഉദിച്ച് 20 നാഴിക മുതൽ 24 നാഴിക വരെ. നക്ഷത്രത്തിൻ്റെ 20ാമത് മുതൽ 24 നാഴിക വരെയുള്ള 4 നാഴിക സമയം, 20 തുടങ്ങി 21, 22, 23, 24 ഉള്ള ആ സമയം വിഷമാണ്. ഈ നക്ഷത്രത്തിന് ഏറ്റവും ദോഷമുള്ള സമയമാണ്. 52 മുതൽ 60 നാഴിക വരെയുള്ള ഈ നക്ഷത്രത്തിൻ്റെ സമയം എന്ന് പറയുന്നത് ഉഷ്ണശിഖയും. അതിന് മുമ്പ് വരുന്ന 48 നാഴിക മുതൽ 52 നാഴിക വരെയുള്ള സമയം എന്ന് പറയുന്നത് ഈ നക്ഷത്രത്തിൻ്റെ ഏറ്റവും നല്ല സമയമായിട്ടുള്ള അമൃതഘടിയം ആണ്. പൂരാടം നക്ഷത്രം പോലെ തന്നെ ഉത്രാടം നക്ഷത്രവും തുടകളാണ് ചിന്തിക്കുന്നത് അവയവത്തിൽ. ഇനി നമുക്ക് ഈ ഉത്രാടം നക്ഷത്രത്തിൻ്റെ കുറേ നല്ല കാര്യങ്ങളുണ്ട്. എനിക്കിഷ്ടമുള്ള നക്ഷത്രങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ എനിക്ക് ദേഷ്യമുള്ള നക്ഷത്രങ്ങളിൽ അതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഗുസ്തി ഉണ്ടാക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ ജീവിതത്തിൽ. അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കാൻ തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്നേഹിക്കുകയും ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുകയും ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഒരാൾ. അത് മിക്കപ്പോഴും 99% ആൾക്കാർക്കും, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് അമ്മമാരായിരിക്കും. എൻ്റെ അമ്മയുടെ നക്ഷത്രം. അതുകൊണ്ട് എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. അതുപോലെ തന്നെ പൊതുവേ ഈ ഉത്രാട നക്ഷത്രത്തിൻ്റെ മോശ സ്വഭാവങ്ങളിൽ കുറേ ട്രേറ്റ്സ് എൻ്റെ അമ്മയിലും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ആൾക്കാരിലും എനിക്ക് ഒരുപാട് പേരെ ഉത്രാടക്കാരെ അറിയാം. ഒരുപാട് പേരെ, അതൊരു 100-ൽ പരം ആൾക്കാരെ, വളരെ അടുത്ത് ഇടപഴകുന്ന 100-ൽ പരം ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അവരുടെയൊക്കെ കൂടെ വെച്ചിട്ട് ഞാൻ നേരത്തെ ഒരു 50ഓളം ആൾക്കാരുടെ ഹൊറോസ്കോപ്പുകൾ വെച്ചിട്ട് നമ്മൾ ഉത്തരാഖണ്ഡിൽ വെച്ച് ഉത്രാട നക്ഷത്രത്തിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ. അത് കണ്ടിട്ടുള്ളവരില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, കണ്ടുകൊള്ളുക. അത് നല്ല വൃത്തിയായിട്ടത് അത്യാവശ്യം ഉത്രാട നക്ഷത്രക്കാരുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് ഞാനതിൽ പറയുന്നുണ്ട്. ഇവിടെ ഈ ഏകദേശം എനിക്കറിയാവുന്ന എല്ലാവരോടെയും വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ചില സ്വഭാവ സവിശേഷതകൾ, വളരെ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ
പറയാം, നമുക്ക് നോക്കാം. ഉത്തരാട നക്ഷത്രത്തിൻ്റെ സവിശേഷതകൾ ഒന്നാമത്തത് നേതൃത്വ ഗുണവും അതുപോലെ തന്നെ ഇവർക്ക് ആദരവ് കിട്ടാനുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സൂര്യൻ, ആദിത്യൻ ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ഗ്രഹമാണ്. സൂര്യൻ രാജകീയതയുടെ ഗ്രഹമാണ്. റോയൽ ആണ്, റോയലിറ്റിയെ ഒക്കെ പറയുന്ന, റോയൽ ക്യാരക്ടറിനെയൊക്കെ പറയുന്ന ഒരാളുടെ കർമ്മം കൊടുക്കുന്ന ഇൻഫ്ലുവൻസ് കൊണ്ട്, അല്ലെങ്കിൽ ഈ കോസ്മോസ് കൊടുക്കുന്ന ഇൻഫ്ലുവൻസ് കൊണ്ട് അയാളുടെ സൈക്കിക്കിൽ ഉണ്ടാകുന്ന ചില വൈബ്രേഷനിൽ കാണിക്കുന്ന ഒരു വിശേഷ ഫലമാണ് സൂര്യൻ തരുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഒരാളുടെ വ്യക്തിത്വത്തിലെ രാജകീയ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ സ്വാധീനം കാരണം ഇവർക്ക് ജന്മന ഒരു അധികാരഭാവമുണ്ട്. തലയെടുത്ത് ഇങ്ങനെ നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇവർ എവിടെ ചെന്നാലും മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചു പറ്റുകയും ആളുകളെ നയിക്കാനും കാര്യങ്ങൾ സംഘടിപ്പിക്കാനും ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. അതുപോലെ തന്നെ ഉത്തരവാദിത്ത ബോധം, ഇവരുടെ ഒരു ഉത്തരവാദിത്ത ബോധം, ഉത്രാടം നക്ഷത്രം നല്ല ബലത്തോടു കൂടിയാണ് വരുന്നതെന്നുണ്ടെങ്കിലും അതിശക്തമായിട്ടുള്ള ഒരു ഉത്തരവാദിത്ത ബോധം ഇവർക്കുണ്ടാവും എന്നുള്ളതാണ്. ഏൽപ്പിക്കുന്ന ജോലി അത് ചെറുതാകട്ടെ വലുതാകട്ടെ വളരെ കൃത്യതയോടുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി ഇവരത് ചെയ്തു തീർക്കും. കുടുംബത്തിൻ്റെ ഭാരം ഏറ്റെടുക്കാനും അത് ചെയ്തു തീർക്കാനും അത് ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുമായിരിക്കും ഇവർ. പലപ്പോഴും മിക്കപ്പോഴും ഉത്തരാടക്കാർക്ക് കുടുംബത്തിൻ്റെ ഭാരം ഉണ്ടായിരിക്കും എന്നുള്ളത്, പ്രത്യേകിച്ച് ആണുങ്ങളിൽ ഞാനത് കണ്ടിട്ടുണ്ട്. പെണ്ണുങ്ങളിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിൽ പോലും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, കുട്ടികളുടെ ആണെങ്കിലും വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ 10 കൈയും 10 കാലുമായി ഇടപെട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും അവസ്ഥകളും ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ട് ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്ന ആൾക്കാരുമായിരിക്കും ഉത്തരവാദിത്വവും ഉണ്ടാവും. അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രധാന പോസിറ്റീവ് ക്വാളിറ്റി, ഉത്തരാടത്തിൻ്റെ മോശം സ്വഭാവം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നുണ്ട്, അത് പറയാം. പക്ഷേ ആദ്യം ഇത് ശ്രദ്ധിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മൊത്തം നല്ല സ്വഭാവ സവിശേഷതകൾ കാണാം. അടുത്തതെന്ന് പറയുന്നത് ക്ഷമയും സ്ഥിരോത്സാഹവുമാണ്. ഉത്തരാടം ഒരു സ്ഥിര നക്ഷത്രവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അവരവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അത് വേണ്ടതാണെന്ന് ഇവർ ഉറപ്പിച്ചാൽ, ഇതവർക്ക് നടത്തിയെടുക്കണം എന്നുള്ളിൽ കണ്ടാൽ അപാരമായ ഒരു ക്ഷമ വരും. തിരക്കിട്ട് തീരുമാനങ്ങൾ എടുക്കാതെ ദീർഘമായ ലക്ഷ്യങ്ങളും ക്ഷമയോടെയും കാത്തിരിക്കാനുമുള്ളൊരു കഴിവ്. ഒരു കാര്യം നടത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെ പരിശ്രമിക്കാനും അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാനും ഒക്കെയുള്ള ഒരു ശ്രമം ഇവർക്കുണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ധാർമ്മികതയും വിനയവും, വിശ്വദേവതകളുടെ സ്വാധീനം ഈ നക്ഷത്രത്തിനുള്ളത് കൊണ്ട് തന്നെ ഈ നക്ഷത്രവും നക്ഷത്രാധിപനായിരിക്കുന്ന സൂര്യനും അതുപോലെ തന്നെ ലഗ്നവുമായി ബന്ധപ്പെട്ട് സൂര്യന് നല്ല ബലവും അതുപോലെ വ്യാഴവും ഒക്കെ ബലപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, വിശ്വദേവത എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരു ഇത് വേണമെങ്കിൽ പറയാം. അപ്പം ഒരു ദൈവാധീനം, വ്യാഴത്തിൻ്റെ ഒരു അനുഗ്രഹവും കൂടിയൊക്കെ ഉള്ളവരാണെങ്കിൽ, ദൈവാധീനമുള്ളവരാണെങ്കിൽ, വിശ്വദേവതയുടെ നക്ഷത്രം വീഴുന്ന സ്ഥലത്ത് വ്യാഴം നീചനാവുകയും കൂടിയാണെന്നുള്ളതാണ്. അപ്പം സർവേശ്വരാണാം, സർവ ഈശ്വരന്മാരുടെയും കാരകത്വമുള്ള വ്യാഴം നീചനാവുന്ന സ്ഥലത്ത് വരുന്ന നക്ഷത്രവും കൂടി ആയതുകൊണ്ട് വ്യാഴം നന്നായിട്ട് ബലപ്പെടുകയും രവിക്ക് ബലം പെരുകയും ചെയ്താൽ സത്യസന്ധരും ധർമ്മബോധമുള്ളവരുമായിരിക്കും. നിയമങ്ങൾ അനുസരിക്കുന്നവരും പാരമ്പര്യത്തെ ബഹുമാനിക്കുന്നവരും പൊതുവെ അവർക്കിഷ്ടമുള്ളവരോടും സ്നേഹിക്കുന്നവരോടും അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നവരോടും വളരെ ബഹുമാനത്തോടു കൂടി പെരുമാറുന്നവരായിരിക്കും എന്നുള്ളതാണ്. അടുത്തത് പ്രായോഗിക ബുദ്ധിയാണ്. അസാമാന്യമായൊരു ക്വാളിറ്റി ഇതിൻ്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പ്രായോഗിക ബുദ്ധി. ഈ നക്ഷത്രത്തിൻ്റെ ഒരു ഭാഗം ധനുരാശിയിലും മറുഭാഗം മകരൻ രാശിയിലും വരുന്നത് കൊണ്ട് ഇവർക്ക് ഉയർന്ന ആദർശ ബുദ്ധിയും, ധനുരാശിയുടെ ഒരു സ്വഭാവം, അതുപോലെ തന്നെ അത് പ്രയോഗിക്കാനുള്ള, കഠിനമായിട്ടത് ശ്രമിക്കാനും പ്രയോഗിക്കാനും അന്വേഷിക്കാനും അലഞ്ഞു തിരിഞ്ഞ് കഷ്ടപ്പെടാനും ഒക്കെയുള്ള മകരൻ രാശിയുടെ ഒരു സ്വഭാവം കൂടെ വരും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന ആദർശങ്ങളും ഉണ്ടാവും, അപ്പോൾ പ്രയോഗിക്കാനുള്ള കഴിവും ഇവർക്കുണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ അഭിജിത്ത് എന്ന് പറഞ്ഞൊരു നക്ഷത്രം വരുന്നുണ്ട്. 28 മുഹൂർത്തങ്ങളിൽ 28ഉം പൊതുവെ 27 എടുക്കുന്ന, നമ്മൾ പൊതുവെ ജാതക ചിന്തയിലൊക്കെ 27 നക്ഷത്രമേ വരുന്നുള്ളൂ. പക്ഷേ 28ാമതൊരു നക്ഷത്രമുണ്ട്, അഭിജിത്ത് എന്ന് പറഞ്ഞൊരു നക്ഷത്രമുണ്ട്.
ആ നക്ഷത്രത്തിൻ്റെ സ്ഥാനം വാസ്തവത്തിൽ ഈ ഉത്തിരാടം നക്ഷത്രത്തിൻ്റെ 4-ാം പാദവും തിരുവോണ നക്ഷത്രത്തിൻ്റെ ആദ്യ ഭാഗവും ചേർന്നിട്ടാണ് അഭിജിത്ത് എന്ന് പറയുന്ന നക്ഷത്രം വരുന്നത്. അഭിജിത്ത് മുഹൂർത്തമൊക്കെ എടുക്കുന്ന സമയത്ത് വളരെ വിശേഷപ്പെട്ട ഒരു നക്ഷത്രമാണ്. ഇതുപോലെയാണോ, ആ ശ്ലോകം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, അത് ഇങ്ങനെയാണ്: ഇതുപോലെയാണോ ഭഗവാൻ വിഷ്ണുവിൻ്റെ സുദർശന ചക്രം ഭൂമിയിൽ പതിക്കുമ്പോൾ സർവ ദോഷങ്ങളും മാറുന്നത് ആ ചൈതന്യം കൊണ്ട്, അതുപോലെ തന്നെയാണ് അഭിജിത്ത് മുഹൂർത്ത സമയത്ത് മറ്റെന്ത് ദോഷങ്ങളുണ്ടെങ്കിലും അത് ഫലിക്കില്ല എന്ന് പറയുന്നത്. പക്ഷെ അത് എനിക്ക് പൂർണ്ണമായിട്ടും അതിനോടൊരു യോജിപ്പ് കുറവുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹൂർത്തത്തിൽ അത് അല്ലാതെയും കണ്ടിട്ടുണ്ട്. ഒരു ദിവസം നമ്മൾ മുഹൂർത്തത്തെ തിരിക്കുമ്പം, മുഹൂർത്തങ്ങളെ തിരിക്കുന്ന സമയത്ത് ഓരോ മുഹൂർത്തങ്ങളുണ്ട്, ഓരോ പേരുകളുണ്ട്. അതിൽ ഉച്ചഭാഗത്ത് വരുന്ന മുഹൂർത്തമാണ് അഭിജിത്ത് മുഹൂർത്തം. ഇപ്പോൾ മുഹൂർത്തത്തിലൊക്കെയാണ് അങ്ങനെ എടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ദിവസം എന്ന് പറയുന്നത് 30 മുഹൂർത്തമാണ്. 15 പകൽ മുഹൂർത്തങ്ങളും 15 രാത്രി മുഹൂർത്തങ്ങളും. ഇപ്പോൾ പകൽ മുഹൂർത്തത്തിൻ്റെ ഞാൻ പേര് പറയാം. മുഹൂർത്തം രാവിലെ തുടങ്ങുന്നത് രൗദ്രം എന്ന് പറയുന്ന മുഹൂർത്തത്തിലാണ്. അതിനുശേഷം ശ്വേതം, മൈത്രം, സാരാഭംഗം, സാവിത്രം, വൈരാജം, വിശ്വവസു, അഭിജിത്ത്, രോഹിണി, ബലം, വിജയം, നൈഋതം, വരുണം, സൗമ്യം, ഭഗം, ഇങ്ങനെയാണ് മുഹൂർത്തം തുടങ്ങുന്നത്. ഈ ഓരോ ആർദ്ര, ഉത്തരം, മിത്രം, മഹ എന്ന് പറഞ്ഞിട്ട് അത് ഓരോ മുഹൂർത്തത്തിനും ഓരോ നക്ഷത്രങ്ങളുമുണ്ട്. അതിൽ 8ാമത്തെ മുഹൂർത്തം വിശ്വാവസു കഴിഞ്ഞ് വരുന്ന മുഹൂർത്തമാണ് അഭിജിത്ത്. അഭിജിത്ത് മുഹൂർത്തം ഏകദേശം ഉച്ചയ്ക്ക് ആണ് വരുന്നത്. ഉച്ചയ്ക്ക് ഒരു 12 മണി ഒക്കെ ആവുമ്പോഴാണ് വരുന്നത്. ഒരു 11:30-12 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും അഭിജിത്ത് മുഹൂർത്തം എന്നും വരുന്നത്. അപ്പോൾ ബുധനാഴ്ച ദിവസം മാത്രം കേരളത്തിലെ ചില ആചാര്യന്മാർ അഭിജിത്ത് എടുക്കത്തില്ല. കാരണം ആ സമയത്ത് രാഹുകാലം വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ യാത്രയ്ക്ക് കൊള്ളില്ല, അതുകൊണ്ട് അഭിജിത്ത് എടുക്കരുതെന്നൊക്കെ ചിലത് പറയുന്നുണ്ട്. എന്നാൽ പോലും അഭിജിത്ത് എന്ന് പറയുന്ന നക്ഷത്രം വരുന്നത് ഈ പറഞ്ഞ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന ഭാഗവും തിരുവോണ നക്ഷത്രത്തിൻ്റെ ആദ്യ ഭാഗവും ചേർന്നാണ്. നമുക്കിതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ വേറെ ചെയ്യാം, അഭിജിത്ത് എന്ന് പറയുന്ന നക്ഷത്രത്തെ പറ്റിയിട്ട്. ഇനി ഇതിൻ്റെ ദോഷഫലങ്ങളും വെല്ലുവിളികളെക്കുറിച്ചും പറയാം. ബാഡ് എഫക്റ്റ് ആൻഡ് ചലഞ്ചസ് ഉത്രാട നക്ഷത്രത്തിൻ്റെ. അതിൽ ഒന്നാമത്തത് ഏകാന്തതയാണ്. ഇവരുടെ ഉയർന്ന ധാർമ്മിക നിലവാരം കാരണവും ഗൗരവ സ്വഭാവം കാരണവും പലപ്പോഴും മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള മടി കാരണവും എല്ലാവരുമായും എളുപ്പത്തിൽ ഇടപഴകാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇവർ ശരിക്കും ട്രൈ ചെയ്ത് ഇടപഴകാൻ ശ്രമിച്ചാലും ആ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇവരിൽ ഉണ്ടാവുന്നത് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് പലപ്പോഴും ഇവരെ ഏകാന്തതയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊരു തോന്നൽ ഉറപ്പായിട്ടും ഈ നക്ഷത്രത്തിൻ്റെ ഒരു ചിന്താധാരയിൽ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ എന്നും ഇവരുടെ ഉള്ളിലുണ്ടാവും. അതിനൊരു പരിധി വരെ കാരണം ആ ഒരു സുപ്പീരിയോറിറ്റി സ്വഭാവമാണ്, ആ ഒരു ഗൗരവ സ്വഭാവമാണ്. തങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മേൽ ആരെങ്കിലും കത്തിവെക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നതുമാണ് ആ ഒരു സ്വഭാവത്തിന് കാരണം. രണ്ടാമത്തെ ഇവരുടെ ഒരു മോശ സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്റ്റബോൺനെസ്, അതായത് നിർബന്ധ ബുദ്ധി എന്നുള്ളതാണ്. തങ്ങളുടെ തീരുമാനങ്ങൾ ശരിയാണെന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഇത് ചിലപ്പോൾ കടുംപിടുത്തത്തിലേക്കും നിർബന്ധ ബുദ്ധിയിലേക്കും നയിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായം, ചുറ്റുപാട് നിൽക്കുന്നവരുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കാൻ ഇവർക്ക് ഭയങ്കര മടിയായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ട് ഒരു ഗൗരവ സ്വഭാവമുള്ള ഒരു പേരാണ് ഇവർക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവരുടെ ചുറ്റുപാടുമുള്ളവരെല്ലാം അത്യാവശ്യം ഇവരെ പോലെ തന്നെ ദേഷ്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവരോട് പിടിച്ചിരിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഇവർക്ക് സാമ്പത്തികമായും അല്ലാതെ ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു തലം ഇവർക്കില്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ ജീവിതം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെയൊക്കെ അടിമകളാക്കി വെക്കാനുള്ള ശ്രമം നടത്തും. അതില്ലെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്നും പ്രശ്നങ്ങളും വിഷയങ്ങളുമായിരിക്കും ജീവിതത്തിൽ എന്നുള്ളതാണ്. അതൊരു മോശ സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് രവിയുടെ ബലം ഇതിനൊരു വലിയ പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ അപാരമായിട്ടുള്ള ജോലിഭാരം, വർക്കഹോളിസം, അത് തൊഴിലിടത്താണെങ്കിൽ ഉത്തരവാദിത്തം കൂടുന്നത് പലപ്പോഴും അമിതമായിട്ടുള്ള ജോലി ഭാരത്തിലേക്ക് ഇവരെ നയിക്കും. ഞാനങ്ങ് ചെയ്തോളാം, ഞാനങ്ങ് ഓക്കെ ആക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് കയറി ഏറ്റിട്ട് വിശ്രമമില്ലാതെ ജോലി ചെയ്യുകയും
സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാതെ വരികയും ചെയ്യും. അതുപോലെ തന്നെ കുടുംബത്തിലാണെങ്കിലും ശരി, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് വിഷയങ്ങളുണ്ടാക്കി, പ്രശ്നങ്ങളുണ്ടാക്കി, അവസാനം കയ്യിൽ നിൽക്കാത്ത പോലെ എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, എൻ്റെ സാഹചര്യം ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പറയുന്നൊരു തോന്നലിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാനുള്ളൊരു രീതിയും ഇവർക്കുണ്ടാവും. അടുത്തത് വിഷാദ പ്രവണതയാണ്. ഞാൻ ഒരുപാട് പേരിൽ ഇത് കണ്ടിട്ടുണ്ട്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളിലൂടെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു കാര്യമാണ്, താഴ്ന്നു കൊടുക്കൂ, ഈശ്വരനെ ആശ്രയിക്കൂ, താഴ്ന്ന സ്ഥലത്തേക്ക് നീരൊഴുകൂ എന്ന് പറയുന്ന പോലെ ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണി സർവസ്യാർത്ഥി ഹരേ ദേവി നാരായണീ നമസ്തുതേന്ന് ദേവീ മഹാത്മ്യം 11-ാം അധ്യായത്തിൽ ഒരു ശ്ലോകമുണ്ട്. ശരണാഗതന്മാരെ രക്ഷിക്കുന്ന, താന്നു കൊടുത്താൽ, പൂർണ്ണമായും അങ്ങ് സറണ്ടർ ചെയ്താൽ ഭഗവതി അങ്ങ് കാത്തോളും. അതുപോലെ തന്നെ ഗീതയിൽ പറയുന്നുണ്ട് ഭഗവാൻ, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, എന്നെ മാത്രം ശരണം പ്രാപിക്കുന്നവരെ, പൂർണ്ണമായും സർവ്വതിനെക്കുറിച്ചും സർവ്വധർമ്മങ്ങളെ, ഇവരുടെ ധാർമ്മിക നിലവാരവും ഗൗരവ സ്വഭാവവും കൂടുതലുള്ള അതെല്ലാം മാറ്റിവെച്ച് ഭഗവാനെ മാത്രം ശരണം പ്രാപിച്ചാൽ ഭഗവാൻ കാത്തോളും എന്ന് പറയുന്നത്. ഇവർ ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. ഒരു സമയം കഴിയുമ്പോൾ ശക്തരായ ഭക്തരായി മാറുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മകരൻ രാശിയുടെ സ്വാധീനവും ചിലപ്പോൾ ഇവരിൽ വിഷാദമോ നിരാശയോ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ജീവിതത്തെ അമിതമായി ഗൗരവത്തോട് കാണുന്നത് കൊണ്ട് ഇവർ പലപ്പോഴും സന്തോഷം കുറയ്ക്കാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ ഇവരുടെ ഒരു കുഴപ്പം എന്ന് തോന്നുന്നത് ലോജിക്കൽ മൈൻഡ് സെറ്റാണ്. അത് കുറച്ച് കഴിയുമ്പോൾ സെക്കൻഡ് ലൈഫിന് 2-ാം പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് അതൊക്കെ മാറി കൂടുതലും ഒരു ദൈവികമായിട്ടുള്ള ലെവലിലേക്ക് എത്തും. പക്ഷെ ആദ്യ പകുതിയിൽ ഇവർ നന്നായി ലാഭം നോക്കും. ഇപ്പോൾ പ്രണയത്തിലാണെങ്കിൽ നന്നായിട്ട് പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വിവാഹം വന്നാൽ ആ വിവാഹം കൊണ്ടാണ് കൂടുതൽ ലാഭമെങ്കിൽ ആ വിവാഹത്തിന് സമ്മതിക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങൾ ചിലയിടത്ത് കണ്ടിട്ടുണ്ട്, എല്ലാവരുമല്ല ചിലയിടത്ത് കണ്ടിട്ടുണ്ട്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു നല്ല ജോലി കിട്ടി, അവിടെ നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാളും നല്ലൊരെണ്ണം കിട്ടിയ പെട്ടെന്ന് അങ്ങോട്ടങ്ങ് ചാടും. അതായത് ആ ഒരു തുടക്ക കാലങ്ങളിൽ, ആദ്യത്തെ കാലയളവിൽ, ജീവിതത്തിൻ്റെ ആദ്യ പകുതിയിൽ എല്ലാവർക്കും എല്ലാം കിട്ടിയാൽ ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് പല അനുഭവങ്ങളും ഇല്ലാതെ പോകും. അത് 2-ാം പകുതിയിൽ ആ അനുഭവങ്ങൾ വരുമ്പോഴത്തേക്ക് വല്ലാണ്ട് വീണ് പോകും, കുഴിയിലേക്ക് പോകുന്ന പോലത്തെ ഒരു അവസ്ഥയായിരിക്കും, മരണതുല്യമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും. അതേസമയത്ത് ജീവിതത്തിൻ്റെ ആദ്യ പകുതിയിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയും ചുറ്റുപാടുകളിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കിയും സമ്പത്തില്ലാത്തപ്പം തനിക്ക് വേണ്ടപ്പെട്ടവർക്ക് തന്നോടുള്ള സ്നേഹവും, സമ്പത്തുള്ളപ്പം തന്നോടുള്ള സ്നേഹവും, ചുറ്റുപാടുകൾ തന്നോട് എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നതെന്നൊക്കെയുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ജീവിതത്തിൻ്റെ 2-ാം പകുതിയിൽ ഇവർക്ക് ഒരു 32 വയസ്സിന് ശേഷമൊക്കെ ഇവരുടെ രാഹുർദശയിലൊക്കെ ഇവർക്ക് നന്നായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ ഇവർ രക്ഷപ്പെടും. ഇവരുടെ ആ സമയത്തേക്ക്, ആ 2-ാം പകുതിയിലേക്ക് എത്തുമ്പം കുറേ ജീവിതാനുഭവങ്ങളും കൂടി ഉണ്ടായാൽ സൈലൻ്റ് ആവും, നല്ല രീതിയിൽ രക്ഷപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഏകാന്തത, ഡിപ്രഷനുള്ള സാധ്യത, നിർബന്ധ ബുദ്ധി, അമിതമായി എടുക്കുന്ന ജോലിഭാരം, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ എല്ലാത്തിനും ലാഭം നോക്കുന്ന ഒരു പ്രവണത, സ്വന്തം കാര്യം മാത്രം ചിന്തിച്ച് മറ്റുള്ളവരെ മനസ്സിലാക്കാത്തതിൻ്റെയൊക്കെ ഫലമായിട്ടുണ്ടാകുന്ന തിരിച്ചടികൾ, ഇതെല്ലാം ഒരിക്കൽ തിരിച്ചറിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 2-ാം പകുതി രാഹുർദശ മുതൽ അങ്ങോട്ട് ജീവിതത്തെ കൃത്യതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെ മകരൻ രാശിയിൽ ഈ നക്ഷത്രത്തിൻ്റെ കുറേ ഭാഗം വരുന്നത് കൊണ്ട് തന്നെ അഡിക്ഷനിലൊന്നും പെടാതിരിക്കുക എന്നുള്ളതാണ്. അഡിക്റ്റ് ആവുക, ഇന്നത്തെ കാലത്ത് അത് പറയാൻ പാടുണ്ടോ എന്ന് എന്നറിയില്ല, അതെന്തിലും ആവാം, റിലേഷൻഷിപ്പിലാവാം, ഡ്രിങ്ക്, ഈ പറയുന്ന ആൽക്കഹോളാവാം, എന്തുമാവാം, എന്തിലും അഡിക്റ്റ് ആയാൽ വേദനയ്ക്ക് കാരണമാവും എന്നുള്ളത് ഓർത്ത് വെച്ചോടുക. അപ്പോൾ നമുക്ക് കർമ്മപരമായിട്ടുള്ള ഈ നക്ഷത്രത്തിൻ്റെ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കാം. ഉത്രാട നക്ഷത്രത്തിൻ്റെ കർമ്മപരമായിട്ടുള്ള പ്രതീകം ഒന്ന് ആനക്കൊമ്പാണ് ഇതിൻ്റെ ചിഹ്നം എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ പലകയാണ് ഇതിൻ്റെ ചിഹ്നം. അധികാരത്തിൻ്റെ ശരിയായ ഉപയോഗം എന്നുള്ളതാണ് ഒന്നാമത്തേത്. ആനക്കൊമ്പ് ശക്തിയുടെയും മൂല്യത്തിൻ്റെയും പ്രതീകമല്ലേ.
ഗണപതി തൻ്റെ കൊമ്പൊടിച്ച് മഹാഭാരതം എഴുതി എന്ന് മഹാഭാരതം എഴുതി പറയുന്നുണ്ട്. അപ്പം അതുപോലെ തൻ്റെ അധികാരങ്ങളും കഴിവുകളും, ഈ അധികാരം എന്ന് പറഞ്ഞാൽ കൊമ്പ് എന്ന് പറഞ്ഞാൽ ഈഗോ മാറ്റിവെച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ അധികാരവും ശക്തിയും ഉപയോഗിക്കുന്നതിന് പകരം തൻ്റെ അധികാരവും ശക്തിയും കഴിവും ധർമ്മം നിലനിർത്താൻ വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ചെയ്താൽ ഒരുപാട് ബഹുമാനിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും അവസാന കാലത്ത്. ഇല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികാരത്തിൻ്റെ ശരിയായ രീതിയിലുള്ള ഉപയോഗമല്ല കുടുംബത്തിലായാലും ചുറ്റുപാടുകളിലായാലും നടക്കുന്നതെങ്കിൽ ജീവിതത്തിൻ്റെ അവസാന കാലം ഒറ്റപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. പൂർവജന്മത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ ജന്മം ഉത്രാട നക്ഷത്രത്തിൽ ഒരാൾ ജനിക്കുന്നത്. അപ്പം തങ്ങളുടെ അധികാരവും കഴിവും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ സമൂഹത്തിൻ്റെ നന്മയ്ക്കും കുടുംബത്തിൻ്റെ നന്മയ്ക്കും സ്വന്തം നന്മയ്ക്കും വേണ്ടി ധർമ്മം നിലനിർത്താനും വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ കർമ്മപാഠവും. അതുപോലെ തന്നെ ധർമ്മം നിലനിർത്തുക എന്നുള്ളതാണ്. വിശ്വദേവതകളല്ലേ, അപ്ഹോൾഡിങ് ധർമ്മ, വിശ്വദേവതകളാണ് ഇതിൻ്റെ ദേവതകൾ. അതുകൊണ്ട് തന്നെ എല്ലാ ദൈവീക ഗുണങ്ങളും ഇവർ മുറുകെ പിടിക്കണം. ഇവരുടെ കർമ്മം പ്രവൃത്തി വ്യക്തിപരമായ നേട്ടങ്ങൾക്കപ്പുറം സർവാത്രികമായിട്ടുള്ള യൂണിവേഴ്സൽ ലോയെ, സർവാത്രികമായിട്ടുള്ള ധർമ്മത്തെ അടിസ്ഥാനമുള്ളതാക്കിയതായിരിക്കണം. അതൊരു സ്ഥാപനത്തെയോ കുടുംബത്തെയോ സമൂഹത്തെയോ ധാർമ്മികമായി നയിക്കുക എന്നത് പലപ്പോഴും ഇവരുടെ കർമ്മപരമായിട്ടുള്ള ഒരു ദൗത്യമായിട്ട് വരാറുള്ളതും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുടുംബത്തെ ആയാലും സ്ഥാപനത്തെ ആയാലും സമൂഹത്തെ ആയാലും കൂട്ടായ്മയായാലും നയിക്കുമ്പം സ്വാർത്ഥത വന്നാൽ ഒരു തിരിഞ്ഞൊരു കുത്ത് ഇരിപ്പുണ്ടാവും. ഇപ്പോൾ കുടുംബത്തെ തൻ്റെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് എല്ലാവരെയും മക്കളെ ആയാലും ഹസ്ബൻഡിനെ ആയാലും ഭാര്യയായാലും എല്ലാം ചേർത്ത് പിടിച്ച് എല്ലാവരിൽ നിന്നും മാറ്റി തൻ്റെ ഒരു രീതിക്കനുസരിച്ച് കൊണ്ടുവന്നാൽ അവസാന കാലത്ത് ഇവർ ഒറ്റപ്പെടും. അതൊരു സ്ഥാപനത്തിലാണെങ്കിൽ ആ സ്ഥാപനത്തിൽ അങ്ങനെ തൻ്റെ രീതികൾക്കനുസരിച്ച് മാത്രമായിട്ട് കൊണ്ടുവന്നാൽ ലാസ്റ്റ് അവർ ഒറ്റപ്പെടും. ഇവർക്ക് ഒരേ ഒരു വഴി അതുകൊണ്ട് സ്പിരിച്വാലിറ്റി മാത്രമാണെന്നുള്ളത്. സെക്കൻഡ് ഹാഫിലൊരു സ്പിരിച്വാലിറ്റിയിലേക്ക് മുന്നോട്ട് പോകും. പക്ഷേ ഇവരുടെ ഈ ഒരു ലോജിക്കൽ ബ്രെയിൻ എന്നുവരെ ഈ അപാരമായിട്ടുള്ള യുക്തി, ജീവിതത്തിലെ എത്ര അനുഭവം വന്നാലും ഏതനുഭൂയതേ തത് പ്രമാണം എന്നാണ്, എക്സ്പീരിയൻസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ അത് എത്ര അനുഭവങ്ങൾ ഉണ്ടായാലും ശരി ഇവർ ആ ഒരു ലോജിക്കൽ സൈഡിലേക്ക് പോകും. അതെല്ലാം കാലക്രമേണ ഇവർക്ക് വൻ വീഴ്ചകളായിട്ടും പോകും. സ്വാർത്ഥത ഉത്രാട നക്ഷത്രക്കാരെ നശിപ്പിക്കുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ്. സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവർ പലതും വിട്ടുകൊടുക്കുകയും ജീവിതത്തിൽ പലതും വിട്ട് കളയാൻ ശീലിക്കും. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ നോക്കും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അതൊരു നല്ല രീതിയിൽ അതൊരു ഉയർച്ചയിലേക്ക് വരികയും ചെയ്യും എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. ഇവരുടെ കർമ്മപരമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അത് സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തവർക്കാണെങ്കിൽ ഏറ്റവും വലിയൊരു പാട് എന്ന് പറയുന്നത്, ഇവരുടെ ഏറ്റവും വലിയൊരു ഫൈറ്റിംഗ് എന്ന് പറയുന്നത് ഏകാന്തതയെ അതിജീവിക്കുക എന്നുള്ളതാണ്. ഒറ്റപ്പെട്ടു പോകുന്നതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ട് ഇവർക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. തങ്ങളുടെ ചിന്താരീതികൾ, ആദർശങ്ങൾ കാരണം പലപ്പോഴും കുടുംബത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ കർമ്മപരമായ ഒരു വെല്ലുവിളി ആണിത്. അതിൽ തളരാതെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് വ്യക്തിപരമല്ല എന്നുള്ളത് മനസ്സിലാക്കി സാർവത്രികമായിട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അത് സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ടല്ല, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഈ ആദർശങ്ങളെ ഉപയോഗിക്കാതെ സാർവത്രികമായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ കാലത്തേക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ മനസ്സിലാക്കിയാൽ, ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ മനസ്സിലാക്കിയാൽ ഈ ജീവിതം സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് രണ്ടാം പകുതി
അവസാന കാലങ്ങളിലേക്ക് കടക്കുമ്പം, അല്ലെങ്കിൽ തങ്ങളുടെ കർമ്മം പൂർത്തിയാക്കുക എന്നുള്ള ജീവിതത്തിൻ്റെ യഥാർത്ഥ വിജയത്തിലേക്ക് എത്താതെ പ്രായം കൂടിക്കൂടി വരും, പക്ഷെ വളരെ ചൈൽഡിഷായിട്ട് ഒട്ടും മെച്യൂരിറ്റി ഇല്ലാത്ത രീതിയിൽ 60-ാം വയസ്സിലും 70-ാം വയസ്സിലും 80-ാം വയസ്സിലും ഒരു കാര്യവുമില്ലാതെ ബഹളം വെക്കുന്നത് കാണാം. അപ്പം അവരുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ ഇപ്പം ഒരു 80 വയസ്സൊക്കെ ഉള്ള അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ തന്നെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയില്ലേ, കൊച്ചുമക്കളും കല്യാണം കഴിച്ചില്ലേ, ഇനിയെങ്കിലുമൊക്കെ ഒന്ന് മാറി ചിന്തിച്ചൂടെ എന്ന് പറയുമ്പം അത് കേൾക്കുന്നത് പോലും ഇറിറ്റേറ്റഡ് ആവും. ഇതൊക്കെയാണ് മോശ സ്വഭാവം. അതുപോലെ ഒരുപാട് നല്ല ക്വാളിറ്റീസും ഒരുപാട് നന്മയുള്ളവരും മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും മറ്റുള്ളവരെ ചേർത്ത് നിർത്തുന്നവരും ഒക്കെയാണ്. പൊതുവെ ഒരു മസ്കുലൈൻ ക്വാളിറ്റി കൂടുതൽ കൂടിയ വായു, പഞ്ചഭൂതങ്ങളിലെ വായു നക്ഷത്രമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട, സ്വന്തമായിട്ടും അതുപോലെ തന്നെ കൂടെ ഉള്ളവരും വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു നക്ഷത്രക്കാരാണ് ഉത്രാടം എന്ന് പറയുന്ന നക്ഷത്രത്തിൻ്റെ ബേസിക് നേച്ചർ. ഇവരുടെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് മിക്കവാറും റിലേഷൻഷിപ്പിലൊക്കെ വളരെ ഭാഗ്യമുള്ളവരായിരിക്കും. എങ്കിലും ഞാൻ മുന്നേ പറഞ്ഞ ഈ നിർബന്ധ ബുദ്ധി കാരണവും ഈ രാജകീയ സ്വഭാവങ്ങൾ കാരണവും ഇവരുടെ ഐഡിയോളജി പലപ്പോഴും മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കാരണമൊക്കെ വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നത് കണ്ടിട്ടുണ്ട് കുടുംബജീവിതത്തിലൊക്കെ. എന്നാൽ അവരോടൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും, പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഒരു രീതിയുണ്ട്, ആ രീതിയെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തവരാണ് കൂടെ ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നരകമായിരിക്കും ജീവിതം. തിരിച്ചും ഇവരുടെ രീതികളെ മനസ്സിലാക്കാൻ ഒട്ടും കഴിവില്ലാത്ത, അതിനനുസരിച്ച് ഹാൻഡിൽ ചെയ്യും. പലപ്പോഴും റിലേഷൻഷിപ്പ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടിയാണ്. കാരണം പൂർണ്ണരായിട്ടുള്ള ആരുമില്ല എന്നുള്ളത് കൊണ്ട് അപൂർണതകളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നതെങ്കിൽ ഒരു പരിധി വരെയൊക്കെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത, അതിനേക്കാളിലും അപൂർണതകളുള്ള ഞാനാണ് ഇവിടുത്തെ രാജാവ് എന്ന് പറയുന്ന ഒരാളാണ് ഓപ്പോസിറ്റെങ്കിൽ കുടുംബജീവിതത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, കുടുംബജീവിതത്തിൽ സൗഹൃദങ്ങൾക്കിടയിൽ, പ്രണയബന്ധങ്ങൾക്കിടയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എൻ്റെ നിരീക്ഷണങ്ങൾ. കൂടുതൽ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് വിട്ടുതരുന്നു. നല്ല കാര്യങ്ങൾ എടുക്കുക, നിങ്ങൾക്ക് ഈ പറഞ്ഞതിനകത്ത് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കുക. ചില കാര്യങ്ങൾ റിലേറ്റ് ചെയ്യില്ല, ചിലപ്പോൾ ദേഷ്യം വരുന്നതുമാവാം, അത് തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോവുക. നമുക്കപ്പോൾ ഇനി 6-ാം ഭാവത്തിൽ 6-ാം ഭാവാധിപൻ അതേപോലെ തന്നെ ലഗ്നം ഒക്കെ ഈ നക്ഷത്രത്തിൽ നിന്നാൽ വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെ നമുക്ക് നോക്കാം. പൊതുവേ നക്ഷത്രാധിപൻ സൂര്യനായതുകൊണ്ടും എല്ലുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തുടയെല്ലുകളിലെ രോഗം, അതേപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, തൈറോയിഡ് പ്രശ്നങ്ങൾ, അതേപോലെ മുട്ടിനൊക്കെയുള്ള പ്രശ്നങ്ങൾ, ഈ ജോയിൻസിനുള്ള പ്രശ്നങ്ങൾ, കാൽമുട്ടിലെ രോഗങ്ങൾ, അവയവ സ്തംഭനം തുടങ്ങിയിട്ടുള്ള ഈ സ്റ്റക്കാവുന്ന നിൽക്കുന്ന അസുഖങ്ങൾ, ഹൃദയ രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗങ്ങൾ, നേത്രരോഗങ്ങൾ, പ്രത്യേകിച്ച് കണ്ണിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, തുടയിലെ പേശികളിലെ രോഗങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ വിഷാദ പ്രവണത കൊണ്ടുണ്ടാകുന്ന വിഷയങ്ങൾ, അതുപോലെ തന്നെ ഇവർ വളരെ അടുപ്പമുള്ള ആൾക്കാർ പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധികളൊക്കെ വന്നിട്ട് മുറിഞ്ഞു പോയിട്ട് മക്കളോ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ ബന്ധങ്ങളിലൊക്കെ അവരുടെയെങ്കിലും ഒരു അകൽച്ചയോ മരണമോ എന്തൊക്കെയോ മരണതുല്യമായിട്ടുള്ള അനുഭവങ്ങൾ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ട്രോമ, ആ ട്രോമയിൽ നിന്നും കയറി വരാൻ പറ്റാത്തത്, അതുപോലെ ബിട്രയൽ ട്രോമ പോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഇവരിൽ ഞാൻ കണ്ടിട്ടുള്ള രോഗങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് തുടയിലും മുട്ടിന് താപ്പുറം വരുന്ന രോഗങ്ങളുമാണ് എൻ്റെ ശ്രദ്ധയിൽ കൂടുതൽ പെട്ടിട്ടുള്ള. വെരിക്കോസ് വെയിൻ പോലുള്ള രോഗങ്ങൾ, കാലൊക്കെ ചൊറിഞ്ഞു പൊട്ടുന്നത്, അതുപോലെ തന്നെ നേത്രരോഗങ്ങൾ, കണ്ണിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം
എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഇതെല്ലാമാണ് ഞാൻ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ മുകളിലത്തെ ദന്തനിരയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, എല്ലിൽ അനങ്ങാത്ത ഭാഗത്ത് ഇവിടെ നിന്ന് ഇവിടെ ഭാഗങ്ങളിലുള്ള എല്ലുകൾ, തുടയിലെ എല്ലുകൾ, അതുപോലെ തന്നെ നട്ടെല്ല്, ഇതിനൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, രക്തക്കുഴലുകൾക്ക് ഉണ്ടാകുന്ന ബ്ലോക്കുകൾ, ഹൃദയസ്തംഭനം അല്ലെങ്കിൽ സ്തംഭനം പോലുള്ള സ്ട്രോക്ക് വരുന്ന പോലത്തെയുള്ള അസുഖങ്ങൾ, ഇതെല്ലാം പറയാം നമുക്ക്. ഉത്തരാഷാഢ നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് മൊത്തത്തിൽ നോക്കിയാൽ മധ്യപ്രദേശിലുള്ള ഓംകാരേശ്വര ക്ഷേത്രമാണ് ഇതിൻ്റെ ഉത്തരാഷാഢത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു വിക്ടറി എനർജി റെസൊണേറ്റ് ചെയ്യുന്ന ഒരു നക്ഷത്രമാണ്. വിജയത്തെ, ഉത്തരാടം ഒരു വിജയത്തെ ഇത് ചെയ്യുന്ന, ആനക്കൊമ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിക്ടറി എനർജി റെസൊണേറ്റ് ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ഓംകാരേശ്വര ക്ഷേത്രം. അതൊരു പ്രധാന ക്ഷേത്രമാണ്. അതേപോലെ തന്നെ മധുര മീനാക്ഷി ശ്രീ സുന്ദരേശ്വര സ്വാമി ക്ഷേത്രം, സുന്ദരേശ്വരനും മധുര മീനാക്ഷിയും കൂടിയിരിക്കുന്ന മധുരൈ മീനാക്ഷി ക്ഷേത്രം. ഉത്തരാട നക്ഷത്രക്കാർ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പോയിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ്. ആദിഗംഭീരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. മധുരയിലെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്ത് ഒരുപാട് ക്ഷേത്രങ്ങൾ വേറെയുമുണ്ട്. അവിടെയൊക്കെ പോയി തൊഴാം. മധുരൈ ജീർദാണ്ടയൊക്കെ കഴിച്ച് നല്ല മധുരൈ കുങ്കുമം കിട്ടും. ഭഗവതി മീനാക്ഷി ക്ഷേത്രത്തിൽ നല്ല ഒന്നാന്തരം കുങ്കുമം കിട്ടും. അപ്പോൾ അവിടെയൊക്കെ പോയി തൊഴുത് അതിമനോഹരമായൊരു ക്ഷേത്രമാണ്. എനിക്കിഷ്ടമുള്ള തമിഴ്നാട്ടിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മധുരൈ മീനാക്ഷി ക്ഷേത്രം. മീനാക്ഷി അമ്മൻ കോവിൽ അതിമനോഹരമായ ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ പോവുക. ഉത്തരാട നക്ഷത്രക്കാർ ഉറപ്പായിട്ടും പോയിരിക്കേണ്ട ഒരു ക്ഷേത്രം ആണത്. അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യം നൽകുന്നതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഉത്തരാട നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ നക്ഷത്രത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു ക്ലാസ് ആയതുകൊണ്ട് ഇത് കൂടുതലും നമ്മളൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കൂടുതലും ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നെഗറ്റീവ് എഫക്റ്റും പറയാതിരിക്കാൻ തരമില്ല. ഒരുപാട് പേര് താഴെ വന്ന് അതുകൊണ്ട് തന്നെ നെഗറ്റീവ് പറയുന്നു എന്നുള്ളത്, തുറന്നു പറയുന്നു എന്നുള്ള രീതിയിൽ ചില കമൻറ്റുകൾ കണ്ടു. പക്ഷേ ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പഠിപ്പിക്കാനേ നിർവാഹമുള്ളൂ. അതുകൊണ്ട് തന്നെ പോസിറ്റീവും അതുപോലെ തന്നെ നെഗറ്റീവും പറയണം എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഇതിൽ നിന്ന് എടുത്തിട്ട് ബാക്കിയുള്ളത് തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് ജീവിക്കുക. സർവ്വ ഐശ്വര്യവും മധുര മീനാക്ഷിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.